നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദളപതി വിജയ്ക്ക് 51 വയസ്സ് തികയാണ്. ബാലനടനായി തുടങ്ങി നായകനായി സൂപ്പർ സ്റ്റാറായി എല്ലാവരുടെയും പ്രിയപ്പെട്ട ദളപതിയായി ഏകദേശം ഒരു 40 വർഷമായി വിജയ് അഭിനയ രംഗത്തേക്ക് എത്തിയിട്ട്. നമുക്കറിയാം തമിഴ്നാട്ടിലെ പോലെ തന്നെ വിജയുടെ സിനിമകളൊക്കെ ഇവിടെയും ഇരുകൈ നീട്ടി സ്വീകരിക്കാറുണ്ട്. നമ്മളിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ വിജയുടെ കാതലിക്ക് മര്യാദ, തുള്ളാത മനവും തുള്ളും, കുഷി, തിരുമലൈ, തിരുപ്പാച്ചി, ഗില്ലി, പോക്കിരി, തുപ്പാക്കി തുടങ്ങി ഇപ്പോൾ ഗോട്ട് വരെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിജയുടെ ഈ ഒരു പിറന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിജയുടെ ചില അപ്രതീക്ഷിത നേട്ടങ്ങൾ, അതേപോലെ തന്നെ ചില നഷ്ടങ്ങളെക്കുറിച്ചാണ്. അതെന്താണെന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. വിജയുടെ തുടക്കകാലത്തെ സിനിമകളൊക്കെ സംവിധാനം ചെയ്തത് വിജയുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ തന്നെയാണ്. ചില സിനിമകളൊക്കെ പരാജയപ്പെട്ടു, പക്ഷേ എങ്കിലും വിജയനെ വെച്ച് തന്നെ അച്ഛൻ സിനിമകൾ ചെയ്തു, ഹിറ്റായി, സൂപ്പർ ഹിറ്റായി. അങ്ങനെ പോകുന്നൊരു സമയത്താണ് വിജയുടെ കുറച്ച് സിനിമകളൊക്കെ പുറത്തുള്ള സംവിധായകരുടെ സിനിമകളൊക്കെ വിജയിച്ചു തുടങ്ങിയ സമയത്ത് എസ് എ ചന്ദ്രശേഖർ വിജയിനെയും വിജയകാന്തിനെയും വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തു. അതായിരുന്നു പെരിയണ്ണ. എന്നാൽ ആ സമയത്ത് വിജയ് വേറെ കുറേ സിനിമകളുടെ തിരക്കായ കാരണം വിജയ്ക്ക് ചെയ്യാൻ പറ്റാതെ എസ് എ ചന്ദ്രശേഖർ അന്ന് അപ്കമിങ് ആയിരുന്ന സൂര്യയ്ക്ക് റോൾ കൊടുത്തു. അങ്ങനെ സൂര്യയാണ് അതിൽ വിജയകാന്തിൻ്റെ ഒപ്പം അഭിനയിച്ചത്. ആ സിനിമ ഭയങ്കര സൂപ്പർ ഹിറ്റായി. അങ്ങനെ വിജയ് കാരണം സൂര്യയ്ക്കൊരു ഹിറ്റ് കിട്ടി.